ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ നിദ്ര ടോക്സ്. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ രാവിലെ നികേഷിനെയും കൂട്ടി നമ്മളെ നിധി അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. നികേഷിൻ്റെ മൂടൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൽത്തറയിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നികേഷ് ഓരോ കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ നിധി ചോദിക്കുന്നുണ്ട്, നികേഷ് നീ ഇപ്പോഴും ഓക്കെ ആയില്ലടാ, നിനക്കിപ്പോഴും അതൊന്നും വിട്ട് കളയാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നികേഷ് പറയുന്നുണ്ട്, എങ്ങനെ ചേച്ചി അതൊക്കെ മറക്കാൻ പറ്റി? ഇത്രയും കാലം സ്വന്തം എന്ന് കരുതിയവരൊക്കെ പെട്ടെന്ന് സ്വന്തമല്ല എന്നറിയുമ്പോൾ, എൻ്റെ അമ്മയല്ല അവരുടെ അമ്മ എന്നറിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടത്തി. ഇത്രയും കാലം ഞാൻ അങ്ങനെയല്ലല്ലോ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാത്ത അത്രയായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ, എനിക്ക് നിന്റെ മനസ്സിലാവും നികേഷ്, നിന്റെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാവും. ഇത്രയും കാലം നമ്മളെ സ്വന്തം എന്ന് കരുതിയവർ ഒരു ദിവസം പെട്ടെന്ന് നമ്മളെ സ്വന്തമല്ലെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന വേദന എനിക്ക് 100% മനസ്സിലാവും. അത് ശരിക്കും അനുഭവിച്ച ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ നീ ഒന്ന് മറ്റൊരു തരത്തിൽ ചിന്തിച്ച് നോക്ക്. നിനക്ക് മാത്രമേ അവർ നിന്റെ സ്വന്തം ഏട്ടന്മാരല്ല എന്നുള്ള കാര്യം അറിയാത്തതുള്ളൂ. പക്ഷെ അവർക്ക് 3 പേർക്കും ആ ഒരു സത്യം അറിയാം. എന്നിട്ട് ഇത്രയും കാലം അവർ നിന്നോട് അങ്ങനെ പെരുമാറിയോ? നിനക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നി തുടങ്ങിയിരുന്നോ? ഇല്ലല്ലോ. അവർ നിന്റെ അടുത്ത് എപ്പോഴെങ്കിലും അങ്ങനെ പെരുമാറിയിരുന്നോ? അത് നീ പറന്ന് നിധി ചോദിക്കുന്നുണ്ട്. അപ്പം നികേഷ് ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നീ എൻ്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും എനിക്കുണ്ട്. കഴിഞ്ഞ 3 മാസം വരെ ഞാൻ വിചാരിച്ചിരുന്നത് അവരില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ അവരുമില്ല എന്നാണ്. പക്ഷെ അങ്ങനെയാണോ? അവർക്ക് എന്നെ കാണുന്നതോ കേൾക്കുന്നതോ അതുപോലെ തന്നെ മിണ്ടുന്നതോ ദേഷ്യമല്ലേ? അപ്പോൾ ഞാൻ അതാണ് പറയുന്നത് നികേഷേ. ഞാനിവിടെ വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ. ആ 3 മാസത്തിൻ്റെ ഇടയിൽ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹവും സന്തോഷവും അടുപ്പൊക്കെ എത്രമാത്രം ഉണ്ട്. ഞാൻ നിങ്ങളുടെ ആരാന്ന് ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ എനിക്കതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. അപ്പോൾ ഹരീഷും അതുപോലെ തന്നെ സുധീഷും എത്ര പ്രാവശ്യം അടി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിന്നോട് ആരെങ്കിലും ആ വീട്ടിൽ പെരുമാറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിന്നോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അവരോട് ദേഷ്യപ്പെടാന്നല്ലാതെ നിന്നോട് ആർക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം സ്നേഹവും അടുപ്പവും അവർക്ക് നിന്നോടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നികേഷാണെങ്കിൽ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഏട്ടത്തി എൻ്റെ ഏറ്റവും വലിയ വിഷമം. എന്നിട്ടും അവരെന്തിനാ എന്നോട് ഇത്രമാത്രം സ്നേഹം കാണിക്കുന്നത്? ഞാൻ അവരുടെ സ്വന്തം അനിയനല്ല എന്ന് അറിഞ്ഞിട്ടും അവരെന്തിനാ എന്നോട് ഇങ്ങനെ അടുപ്പും സ്നേഹമൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് നീ സന്തോഷിക്കല്ലേ വേണ്ടതെന്ന് നിധി പറയുന്നുണ്ട്. ഒരാൾ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ദുഃഖിക്കുകയല്ല വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടേക്ക് കയറി വരുമ്പോൾ ഒരു അന്യ പെൺകുട്ടിയായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെയാണോ? എത്രമാത്രം അടുപ്പവും സ്നേഹമൊക്കെയാണ് നിങ്ങൾ എനിക്ക് തരുന്നത്. അന്ന് ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറയുമ്പോൾ നിന്റെ വിഷമം ഞാൻ നല്ല രീതിയിൽ കണ്ടതാ. അതാണ് ഞാൻ പറയുന്നത് നികേഷേ. നമുക്ക് പരസ്പരം സ്നേഹിക്കാനും അതുപോലെ തന്നെ അടുപ്പം കാണിക്കാനും രക്തബന്ധത്തിൻ്റെയോ സ്വന്തം ബന്ധത്തിൻ്റെയോ കെട്ടുറപ്പുകളുടെ ആവശ്യമില്ല. രക്തബന്ധത്തിൻ്റെ വിലയുണ്ടായിട്ടും എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട. പക്ഷെ നിങ്ങളൊരു രക്തബന്ധമില്ല, നമ്മളൊരു രക്തബന്ധമില്ല. പക്ഷെ നമ്മുടെ ഇടയിൽ സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ട്. അപ്പോൾ രക്തബന്ധത്തിനല്ല കാര്യം, സ്നേഹത്തിനാണ് വില എന്നൊക്കെ നികേഷിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നിധി. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നികേഷിന് മനസ്സിലായി. അപ്പോൾ നികേഷ് പറഞ്ഞു, എനിക്കിപ്പോൾ മനസ്സിലായി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല സന്തോഷത്തിലും അതുപോലെ തന്നെ കുറച്ചൊക്കെ ഓക്കെ ആയിട്ടാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിലാണെങ്കിൽ നമ്മളെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ പണിസ്ഥലത്തേക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് വന്ന് ചോദിക്കുന്നുണ്ട്, ബ്രദറെ എൻ്റെ വൈഫ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ വൈഫ് എങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ നികേഷിനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയതാണെന്ന് പറയുന്നുണ്ട്. അവനിപ്പോൾ ഓക്കെ ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഓക്കെ ആയി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എൻ്റെ വൈഫ് എന്നിപ്പോൾ കുറച്ച് കൂടെ നീ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്നിങ്ങനെ സുഭാഷ് ഏട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നത്, എന്തായാലും അവളുള്ളപ്പോൾ എൻ്റെ വൈഫ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവൾ ഇല്ലാത്തപ്പോഴെങ്കിലും പറഞ്ഞ് ഞാനൊന്ന് സുഖിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് അവർ അമ്പലത്തിൽ നിന്ന് കയറി വരുന്നത്. അങ്ങനെ സുഭാഷ് ഏട്ടാ പ്രസാദ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സുധീഷ് ആണെങ്കിൽ, നിധി എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എടുത്തിടുന്നുണ്ട് കേട്ടോ. നിൻ്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടും, നമുക്ക് കൈയോടെ പോയിട്ട് കൈപ്പറ്റാന്ന് പറയുമ്പോൾ നിധി ആകെ ഷോക്കാവാണ്. അതിന് കുറച്ച് സമയം എടുക്കുന്നല്ലേ പറഞ്ഞത്, ഇത്ര പെട്ടെന്ന് അപ്പോൾ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് അവർ പറഞ്ഞിരുന്നല്ലോ 2 വീക്സ് എടുക്കുമെങ്കിലും അതിന് മുന്നേ കിട്ടിയാൽ വിളിക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഈ സുധീഷ് ഉള്ളത് കൊണ്ടും ഇതുപോലുള്ള VIP ഉള്ളത് കൊണ്ടും കാര്യം സാധിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ അപ്പോഴും ചോദിക്കുന്നുണ്ട്, അതും ഇനി കള്ളാണോ എന്ന്. അപ്പോൾ നീ എന്താ അങ്ങനെ പറയുന്നത്, ഇത് കള്ളമൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, ഇത് നീയായിട്ട് വരുത്തി വെച്ചേയില്ല, അപ്പോൾ പിന്നെ അവൾ അങ്ങനെ ചോദിക്കാതിരിക്കില്ലല്ലോ, നീ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധി ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മളെ നികേഷ് ആണെങ്കിൽ കൺഗ്രാജുലേഷൻ ഒക്കെ പറയുന്നുണ്ട്. ഏട്ടത്തി ഇത്രയും നാൾ കാത്തിരുന്ന ഒരു സംഭവം കിട്ടാൻ പോവല്ലേ, സന്തോഷമായില്ലേ എന്നൊക്കെ നികേഷ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് നിധിയോട് റെഡിയായി വരാൻ സുധീഷ് പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ വേഗം പോയിട്ട് ബാഗൊക്കെ എടുത്ത് സുധീഷിൻ്റെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. അവൾക്ക് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടിയാൽ അത്രയും സന്തോഷം എന്നുള്ള ലെവലിലാണ്. അങ്ങനെ സുധീഷും നിധിയൊക്കെ അവിടുന്ന് പോയതിന് ശേഷം നമ്മളെ നികേഷ് പോയിട്ട് അവിടെ ഒരു ചെയറിൽ പോയി ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ തല കുമ്പിട്ടിട്ട് എന്തോ കാര്യം ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ സുഭാഷ് ഏട്ടൻ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്
നികേഷ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, സുഭാഷ് ചേട്ടൻ സത്യം പറയണം, അവരിപ്പോഴും ഉണ്ടോ, എൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവന് ചോദിക്കുന്നുണ്ട്, അവന് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ നോക്കിയിരുന്നോ, നിങ്ങളോട് ദേഷ്യം കാണിച്ചിരുന്നോ, പിന്നെ എന്നോട് നിങ്ങൾക്ക് ആദ്യമൊക്കെ ദേഷ്യം ഉണ്ടായിരിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് സുഭാഷ് ചേട്ടൻ ആകെ എന്തോ പോലെ ആവുക കേട്ടോ, എന്താ ഇവൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, അവരെക്കുറിച്ച് സത്യമായിട്ടും എനിക്ക് അറിയില്ലടാ നികേഷ്, ഒരാൾക്ക് കുട്ടിക്കാലത്തെ ഓർമ്മകൾ വരുന്നത് ഒരു 2 വയസ്സിൻ്റെ ശേഷമാണ്. നിനക്ക് അവരുമായിട്ട് കഴിഞ്ഞ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നിന്നെ വളർത്തിയെടുത്തത് ഞങ്ങളാണ്, ഞങ്ങളുടെ നെഞ്ചിൽ കിടന്നിട്ടാണ് നീ വളർന്നത്, ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് നീ പിച്ച വെച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ എന്തായാലും സ്വന്തം അനിയൻ തന്നെയാണ്. നീ എത്ര പ്രാവശ്യം അതല്ലാന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരിക്കലും നീ ഞങ്ങളുടെ അനിയനല്ലാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. നികേഷിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം, ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടനാണെങ്കിൽ നികേഷിന് ചായ ഇടാ, പുറത്തുനിന്ന് ബിരിയാണി ഓർഡർ ചെയ്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാനിന്ന് പണിക്ക് പോകുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നികേഷിന് എന്തോ പോലെ ആവട്ടോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ പേടിക്കേണ്ട, ഞാൻ ഇനി എങ്ങോട്ടും പോവില്ല, ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നീ ഒരു സത്യം പറയാമെന്ന് പറഞ്ഞിട്ട് നികേഷിനെ കൊണ്ട് സത്യമൊക്കെ ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും നീ ആ പഴയ കാര്യങ്ങൾ ഒരിക്കലും പറയരുത്, ആ കാര്യം മറക്കണം, ആലോചിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നികേഷിനെ കൊണ്ട് സുഭാഷ് ചേട്ടൻ തലയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം നികേഷ് സത്യം ഇടും, എന്നാലും വീണ്ടും ഒന്നും കൂടി ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് വീണ്ടും ചെയ്യിപ്പിക്കുന്നൊക്കെ ഉണ്ട്. സുഭാഷ് ചേട്ടൻ അത്രയും ടെൻഷൻ, ഇവന് ഇനിയും ആ കാര്യങ്ങൾ എടുത്തിടുമോ, വീണ്ടും അവന് വിഷമാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷൻ. അപ്പോൾ അതൊരു ഉറപ്പിന് വേണ്ടിയിട്ട് സത്യമൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. എന്തായാലും സ്വന്തമല്ലെങ്കിലും സ്വന്തത്തെക്കാൾ ഉപരി സുഭാഷ് ചേട്ടനും നികേഷും ഒരു ബോണ്ട് ഉണ്ട്. അത് അതുപോലെ തന്നെ ഇനിയും നിലനിൽക്കട്ടെ. അപ്പം ഇനി എന്തൊക്കെയാണ് കിളിക്കൂട്ടിൽ സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യും. ബൈ.